ജനകീയമായ രീതിയിൽ ജനകീയ അടിത്തറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന തലത്തിൽ ജനകീയനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതൊരു തെറ്റായ പറയണത്. കാരണം ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ഇലക്ഷന് CPM വന്ന ഏറ്റവും വലിയ തിരിച്ചടി അത് തന്നെയാണ്. അങ്ങനെ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി നോക്കേണ്ട ആവശ്യമില്ല. കഴിവുള്ളവരാണ് രാജ്യസഭയിലേക്ക് പോകേണ്ടത്. പുള്ളിയുടെ കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. എൻ്റെ കാഴ്ചപ്പാട് പുള്ളി അംഗീകരിക്കും. ഒരു യൂണിയൻകാരനെ വന്നാലും അവനെ സസ്പെൻഡ് ചെയ്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി സസ്പെൻഡ് ചെയ്താൽ 10 ദിവസം കഴിയുമ്പോൾ രഹസ്യമായിട്ട് വേറെ വഴി കൂടെ അവനെ കയറുകയില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങ് പോകാം. ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. രാജ്യസഭാ സീറ്റുകളെല്ലാം ന്യൂനപക്ഷങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് ജനങ്ങളുടെ പ്രതികരണം തേടാം. ന്യൂനപക്ഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി നോക്കേണ്ട ആവശ്യമില്ല. കഴിവുള്ളവരാണ് രാജ്യസഭയിലേക്ക് പോകേണ്ടത്. അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ പോകുന്നവരെല്ലാവർക്കും വേണ്ടി സംസാരിക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒന്നും അതിൻ്റെ അകത്ത് വരുത്തേണ്ട ആവശ്യമില്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു വിഭാഗീയത അല്ലെങ്കിൽ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു വീണ്ടും ഇങ്ങനെ ഈ എല്ലാവരും പണ്ടുള്ളവരും ഇപ്പോൾ ഉള്ളവരും എല്ലാവരും ഈ തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. എല്ലാവരും ഒന്നായിട്ട് തന്നെ കണ്ടാൽ മതി. പോകുന്നവരെന്തായാലും എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. അതേ ഉള്ളൂ. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പാടില്ല. ജനകീയമായ രീതിയിൽ ജനകീയ അടിത്തറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന തലത്തിൽ ജനകീയനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് തന്നെ എൻ്റെ രണ്ട് ന്യൂനപക്ഷങ്ങൾക്കാണ് CPI-യും ഇത് കൊടുത്തിരിക്കുന്നത്, KM മാണി ഗ്രൂപ്പും കൊടുത്തിരിക്കുന്നത്. അതവരുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ ഇത് നോക്കിയാണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളതിനെ അംഗീകരിക്കുമെന്നാണോ പറയുന്നത് ചേട്ടൻ? വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശനാണ് പറഞ്ഞിട്ടുള്ളത് രാജ്യസഭാ സീറ്റുകൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നു, ഇതൊരു തെറ്റായ നടപടിയാണെന്നാണ് പറഞ്ഞത്. അത് തെറ്റ് തന്നെ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അഭിപ്രായത്തിന് ഞാൻ ന്യായീകരിക്കും. അപ്പോൾ പ്രസാദോട് എന്താ ഒരു പ്രതികരണം? അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പുള്ളിയുടെ ഒരു തീരുമാനം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ്. കേരളത്തിൽ വർഗീയ ചരിത്രമുണ്ടാവുമോ ഒരു പ്രസ്താവന? കേരളത്തിൽ ഒരിക്കലും വർഗീയത ഉണ്ടാവത്തില്ല. കേരളത്തിലെ ആളുകൾ വർഗീയതയെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു തള്ളിക്കളയുള്ളൂ. ജനങ്ങൾ അത് തള്ളിക്കളയത്തുള്ളൂ. വർഗീയത കേരള ജനതയുടെ മനസ്സിലില്ല. ഇത് എങ്ങനെയാണല്ലോ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല അഭിപ്രായമുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. വെള്ളാപ്പള്ളിയെ കുറിച്ചാണോ? വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ രാഷ്ട്രീയത്തിലിരിക്കുന്നവരും പ്രമുഖരും അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യം അനുസരിച്ച് അവർ ഓരോ സമയത്ത് ഓരോന്ന് പറയും. അതനുസരിച്ച് നമ്മൾ ജനങ്ങൾ ഒരു കണക്ക് പോകണമെന്നില്ലല്ലോ. ജനങ്ങളുടെ മനസ്സ് വേറൊരു രീതിയിൽ. അപ്പോൾ പലരും പല രീതിയിൽ ചിന്തിക്കും. അവരവരുടെ ഇഷ്ടത്തിൽ അവരവർ ചിന്തിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. അപ്പം വർഗീയത ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. സത്യസന്ധമായ ഒരു കാര്യത്തിനായിട്ട് തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടുത്തെ എല്ലാ രീതികളിലും ഇപ്പം തന്നെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ അത് മുസ്ലിമിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു തെറ്റായ പറയണത്. കാരണം ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ഇലക്ഷന് CPM വന്ന ഏറ്റവും വലിയ തിരിച്ചടി അത് തന്നെയാണ്. ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് ഇതിൻ്റെ തിരിച്ചടി. ബേസിലും അതുപോലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കഴിവതും ഇവർ ഒഴിവാക്കുക, ഒരു പരിധിവരെ ഒഴിവാക്കുകയാണ്. ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഐക്യമില്ലായ്മ ഇതിനൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനെ അവർ ഈ ഹിന്ദു പാർട്ടിയായിട്ടുള്ള CPM പോലും ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ അവരെ വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒറ്റ കെട്ടായിട്ട് നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ ഇവർ പ്രീണിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷന് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് LDF-ന് ഇത് സംഭവിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. കാരണം വെച്ചാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒരു പാഠം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പരിധിവരെ പാഠം പഠിച്ചു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ CPM ഇപ്പോഴും അത് പഠിച്ചിട്ടില്ല. CPM-ന് ഇത് വലിയൊരു കഷ്ടകാലമായിട്ട് തന്നെ മാറാൻ സാധ്യതയാണ് ഈ ന്യൂനപക്ഷ പ്രീണനം. അതിനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഈ ആലപ്പുഴയിലെ ഈ ആരിഫിൻ്റെ അല്ല, ഈ ഇത് BJP അല്ല, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ ഒരു ഇത് വന്നപ്പം ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നു. അതിന് ഇസ്രായേലിനെതിരായിട്ട് ഹമാസിന് വേണ്ടി ഇവർ ഇത് ചെയ്തു. അത് ക്രിസ്ത്യൻ സമൂഹത്തെ ഇവരെ പൂർണ്ണമായിട്ടും അകറ്റി. ഇതാണ് BJPക്ക് നേട്ടം കൊയ്യാൻ സാധിച്ചതും. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി കറക്റ്റായിട്ട് ഒരു ആൻസറാണ് പറഞ്ഞതെന്നാണ് ഞാൻ രാഷ്ട്രീയം വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് രാഷ്ട്രീയം ഉണ്ട് താൻ. അപ്പം അതുകൊണ്ട് നമ്മൾ അത് വ്യക്തമായിട്ട് ഇത് നേരത്തെ നമ്മൾ മുന്നിൽ കണ്ടിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇതൊരു ഇതായി വരുമെന്നുള്ളത് വിചാരിച്ചില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്തോ പറയാൻ വയ്യാത്തത്, ആവശ്യമില്ലാത്തതാണ് പറയുന്നത് കൂടുതലും.
അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന കേരളത്തിൽ ഒരു വർഗീയ ചേരിതിരി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ചേർത്തിരി ഒരിക്കലും ഉണ്ടാവും. ഞാൻ ഈഴവനാണ്. വെള്ളാപ്പള്ളിയുടെ ഈ നിലപാടിനെ തള്ളിക്കളയും. അതെ അതെ. പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു. പുള്ളിക്ക് പുള്ളിയുടെ കാഴ്ചപ്പാട്, നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട്. അല്ലെ, അഭിപ്രായത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? അങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞത്. പുള്ളിയുടെ കാഴ്ചപ്പാട് ഇപ്പൊ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്റെ കാഴ്ചപ്പാട് പുള്ളി അംഗീകരിക്കും ഇല്ലല്ലോ. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ. അങ്ങനെ പറഞ്ഞു തെറ്റോ അയാൾ പറയും. പ്രസ്താവനയോട് അംഗീകരിക്കുന്നു. അയാളെ വായി തോന്നുന്നു പറയുന്ന ഒരാളൊക്കെ അത്രേ ഉള്ളൂ. അത് തള്ളിക്കളയാണ് ഈ പ്രസ്താവന. അത് എല്ലാ ന്യൂനപക്ഷത്തിനും അങ്ങനെ കൊടുക്കത്തില്ലല്ലോ. 2 രാജ്യസഭാ സീറ്റ് ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോ ഇങ്ങനെ പോയ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന പറഞ്ഞത്. അതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല. യോജിക്കുന്നില്ല. ഒരു കേരളത്തിൽ വർഗീയ ചേരിതിരി ഉണ്ടാക്കാൻ ഉണ്ടാവും എന്നാ വിശ്വസിക്കുന്നത്. പക്ഷേ പരമാർത്ഥം നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ചൗവന്മാരുടെ, ഞാൻ ഈഴവനാ, ചൗവന്മാരുടെ ഒരു തലതൊട്ടപ്പൻ എന്നുള്ള ഒരു പേരും ആ സമ്പത്തും വെച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ ഒരു അഹങ്കാരിയായ ഒരാളാണ് അയാൾ. മനസ്സിലായില്ലേ? അയാൾ അതിന്റെ തലപ്പത്തിരിക്കാൻ യോഗ്യനല്ല. അയാൾ അല്ല ഈ രാഷ്ട്രീയക്കാരുടെ കണക്ക് മക്കൾ ഇതുണ്ട്. അയാളെ മോനെ പിടിച്ച അടുത്ത തലമുറയ്ക്ക്, അതിൻ്റെ അടുത്ത തലമുറ അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഒന്ന്, ഇപ്പം അയാളുടെ പ്രായം കഴിഞ്ഞ്, എനിക്ക് 74 വയസ്സുണ്ട്. ഞാൻ പറയുന്നതിൽ 60% ഇപ്പം യാഥാർത്ഥ്യമാകത്തില്ല. കള്ളം പറയുകയാണെന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം, എൻ്റെ പ്രായത്തിൻ്റെ വെച്ചുകൊണ്ട് ഞാനങ്ങ് പറയുക. അതുപോലെ 55 വയസ്സ് കഴിഞ്ഞ അയാൾ ഇപ്പം പറയുന്നതിനകത്ത് എന്തോ ബുദ്ധിസ്ഥിരതയുണ്ട്. ഈ പ്രസ്താവന തള്ളിക്കളയണമെന്നാണ്. ഈ പ്രസ്ഥാനം തള്ളിക്കളയണമെന്ന് പറഞ്ഞു. അത് നഗ്നമായ സത്യമല്ലയോ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാലേ, ഈ നമ്മുടെ ഈ രാജ്യത്ത് എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്. 56 ജാതി എന്നാണ് പണ്ട് പറയുന്നത്. ആ എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യങ്ങൾ വേണം നാട്ടിൽ നടക്കാനും. അതേ വിജയിക്കുകയുള്ളൂ. അതിന് മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ. സി പി എമ്മിനെ കുറിച്ച് പറയാൻ ഞാൻ CPM-ന്റെ വിരോധിയൊന്നുമല്ല. പക്ഷേ അവർ ചെയ്യുന്നതിനകത്ത് ഒട്ടും പൊരുത്തമില്ല. കാരണം ഈ നാട്ടിൽ 60% കൂടുതൽ ആളുകൾ സാധാരണക്കാരിൽ നിന്നും താഴ്ന്ന ആളുകളാണ്. ആ താഴ്ന്ന ആളുകൾക്ക് ഒരു പ്രയോജനവും ഇപ്പോഴത്തെ അവർ ചെയ്യുന്നില്ല. സംഗതി സാമ്പത്തികം ഇല്ലെന്നുള്ളതാണ് പറയുന്നത്. ഇതിനു മുമ്പും ഇവിടെ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അന്ന് ഇന്നത്തെ അതേ സാമ്പത്തികവും അന്നത്തേക്കാൾ വരുമാനവും ഇന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഇവിടുത്തെ കോടീശ്വരന്മാർ കോടികൾ കൊടുക്കാനുണ്ട്, നികുതി കൊടുക്കാനുണ്ട്. അത് മേടിച്ചെടുത്ത് പാവപ്പെട്ടവർ കൊടുക്കാനുള്ള കഴിവും അതിനുള്ള സാമർഥ്യവും അതിനുള്ള ഇതുകൾ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലികൾ ചെയ്യിപ്പിക്കാനുള്ള കഴിവും ഇല്ല. കാരണം അവർ യൂണിയൻകാരാണ്. ഒരു യൂണിയൻകാരനെ വന്നിട്ട് അവനെ സസ്പെൻഡ് ചെയ്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി സസ്പെൻഡ് ചെയ്താൽ 10 ദിവസം കഴിയുമ്പോൾ രഹസ്യമായിട്ട് വേറെ വാതി കൂടെ അവനെ കയറുകയായി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങ് പോകാം. എനിക്ക് വലിയ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞതൊക്കെ തന്നെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ പറഞ്ഞതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. പുള്ളിക്ക് ഏറെക്കുറെ ഒക്കെ അറിയാമല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നതിന് ന്യൂനപക്ഷമൊന്നല്ല, നമ്മൾ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ ജനാധിപത്യത്തെ വിഴുങ്ങിയാണ് ചെയ്യുന്നത്. പ്രസ്താവന ശരിയാണെന്നാണ്. അത് അങ്ങനെ പ്രസ്താവന ശരിയല്ല. പ്രസ്താവന അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. അതിപ്പോ അവര് ആ വ്യക്തികളെ നോക്കിയല്ലേ കൊടുക്കുന്നത്. അല്ല എന്റെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഒന്നും അവർ നോക്കുന്നില്ല. നല്ലൊരു വ്യക്തിത്വത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല വ്യക്തിയൊക്കെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ന്യൂനപക്ഷത്തിന്റെ പുള്ളി എപ്പോഴും തിരിച്ചും പിരിച്ചും പറയും. അതിന് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. നല്ല വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആരാന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ മറുപടി പറയുന്നത് എനിക്കറിയില്ല. ഇത് പ്രസ്താവന അംഗീകരിക്കുന്നുണ്ടോ? അത് അവരവരെ സീറ്റ് അവർ വ്യാപിച്ചോണ്ട് പോയില്ലേ. ഇപ്പൊ CPM-ന്റെ ആയാലും മുസ്ലിം ലീഗിന്റെ ആയാലും ഒരാളുടെ ആയാലും സീറ്റ് അവർ ചോദിച്ചു മേടിച്ചോണ്ട് പോകുന്നത്. അത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ ആഗ്രഹങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു എന്ന് പറഞ്ഞാല് രണ്ട് മന്ത്രിയിലും കയറി നിന്നും കൊണ്ടാണ് പുള്ളി പറയുന്നത്. പുള്ളി ഇവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ പുള്ളി അത് സ്വന്തമാകുന്നു. മറ്റവരുടെ കൂടെ നിന്നിട്ട് അവരുടെ അഭിപ്രായം പറയുമ്പോൾ അത് നല്ലതാണ്. അത് പുള്ളിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പുള്ളി കയറി നിൽക്കുന്നതാണ്. അത് അതിൻ്റെതായ കാര്യങ്ങളിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. പ്രസ്താവന അംഗീകരിക്കുന്നില്ല. ആ ഒരു പ്രസ്താവന പുള്ളിയുടെ പ്രസ്താവനകളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒരു അംഗീകാരം നടക്കുന്ന കാര്യമല്ല. പുള്ളി 2 വള്ളത്തെ ചവിട്ടി സമുദായത്തെ ഒറ്റ ഓടിക്കുകയാണ്.
ആ സമുദായത്തിന് ഒരു കാരണവശാലും ഇവരെ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പൊ ആ പുള്ളിക്കാരനെ ഇവര് രണ്ടുപേരും സേവിക്കുന്നതിന് നമുക്ക് താല്പര്യമില്ല. ഈ പുള്ളിയെ ഒറ്റ പറഞ്ഞു വിടുകയാണെങ്കിൽ നമുക്ക് രണ്ട് പാർട്ടിയും കൊള്ളാം, നമ്മളെ രാഷ്ട്രീയത്തെ അംഗീകരിക്കും. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഇതല്ലേ. ന്യൂനപക്ഷങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുണ്ടാവുക, വർഗീയ പ്രീണനങ്ങൾ ഉണ്ടാവും. ന്യൂനപക്ഷങ്ങൾ ഉണ്ടെങ്കിലും അല്ല ഇല്ലെങ്കിലും. അതിനിപ്പോ വർഗീയ പീഡത ഇതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് ഭരണഘടനയുടെ ഉത്തരവാദിത്വമാണ്. ഭരണഘടന സംരക്ഷിക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ശരിയോ തെറ്റോ? തികച്ചും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അംഗീകരിക്കുന്നില്ല. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഓരോ പാർട്ടികൾ തീരുമാനിക്കുന്നു ആർക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തതിനെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞതിൽ പ്രശ്നങ്ങൾ യാതൊരു കുഴപ്പമില്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെന്നാണോ? ശരിയല്ല. ഈ രാജ്യസഭാ സീറ്റുകളെല്ലാം ന്യൂനപക്ഷങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പോയ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെ പ്രതികരിക്കുന്നു? പ്രതികരണവുമില്ല. ആ പ്രസ്താവന തള്ളിക്കളയുന്നോ അതോ അംഗീകരിക്കുന്നോ? പ്രതികരണമേ ഇല്ല. പ്രതികരണമേ ഇല്ല.